ബി.ജെ.പി. പ്രവർത്തകരായ ചക്കാണ്ടൻ വാസുവിനെയും മകൻ വൈശാഖിനെയും ആക്രമിച്ച് വീട് അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചേർക്കരയിൽ പ്രതിഷേധ യോഗം ചേർന്നു. ബി.ജെ.പി. നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെന്തിൽ കുമാർ അധ്യക്ഷനായി. ചേർക്കര പ്രദേശത്ത് സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ലഹരി മാഫിയകളെ സഹായിക്കുന്നതിൽ നിന്നും ഡിവൈഎഫ്ഐ പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ ബി.ജെ.പി. ശക്തമായി പ്രതിരോധിക്കുമെന്നും സേവിൻ പള്ളത്ത് ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. കാരണം കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അധികാരം കിട്ടിയാൽ ആ അധികാരത്തിന്റെ മറവിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ നാടിനെ തങ്ങളുടെ രാഷ്ട്രീയപരമായി തങ്ങളുടെ കാൽ കീഴിലാക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ പാടെ കാണുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ഈ ലോകത്താകമാനം ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ തിരസ്കരിച്ച കമ്മ്യൂണിസ്റ്റ് ആശയം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഭരണങ്ങളുണ്ടായിരുന്ന ത്രിപുരയിലും ബംഗാളിലുമൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ തകർന്നിടിഞ്ഞ ചരിത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഈ കേരളം കമ്മ്യൂണിസ്റ്റുകാരന്റെ തറവാട്ട് സ്വത്താക്കി മാറ്റിക്കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ചന്ദ്രൻ പണിക്കശ്ശേരി, ലാൽ ഊണുങ്ങൽ, ബേബി പി.കെ, ഉണ്ണിമോൻ, സിദ്ധൻ ആലപ്പുഴ, ഇ.പി. രവി, മോഹൻദാസ് ബംഗാലി, രമേശ് റേ, ബിജോയ് പുളിയമ്പ്ര എന്നിവർ സംസാരിച്ചു.